ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കർത്താവിൻ്റെ ദാസന്മാർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ കൃപയാൽ 23-ാമത്തെ എപ്പിസോഡിലേക്ക് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം നമ്മളെ നടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലപ്പോഴും ഞാൻ ഓർപ്പിക്കാറുള്ളതുപോലെ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾക്കാവശ്യമാണ്. എനിക്ക് വേണ്ടിയും ഈ TV ചാനലിന് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന സ്നേഹത്തോടെ ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ കുറിവാക്യമായ 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം, ആ വാക്യം നിങ്ങൾ ഇതിനോടകം അത് കാണാതെ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന ആ വാക്യം നമ്മൾ 4ആയി വിഭജിച്ചിരുന്നു. 1-ന്റെ 1-ാം വാക്യം മുതൽ 2-ാം അധ്യായത്തിൻ്റെ 4 വരെ ഈ പുസ്തകത്തിൻ്റെ മുഖവരയാണ്. 2-ന്റെ 5 മുതൽ 8-ന്റെ 3 വരെ സഭ യെരുശലേമിൽ എന്നുള്ള വിഭജനമാണ്. 3-ാമത്തെ വിഭജനം 8-ന്റെ 4 മുതൽ 11-ന്റെ 18 വരെയുള്ള വേദഭാഗമാണ്. 4-ാമത്തെ വിഭജനം 11-ന്റെ 19 മുതൽ 28-ാം അധ്യായം. ഈ 4 വിഭജനത്തിൽ 3-ാമത്തെ വിഭജനമാകുന്ന 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം മുതൽ 11-ന്റെ 18 വരെയുള്ള വേദഭാഗങ്ങളിൽ സഭ യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും എന്ന ആ സബ്ജക്റ്റാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 9-ാമത്തെ അധ്യായത്തിൽ ആണല്ലോ ശൗലിൻ്റെ മാനസാന്തരം നാം പഠിച്ചത്. പാപികളിൽ ഞാൻ ഒന്നാമൻ എന്നാണ് താൻ തന്നെക്കുറിച്ച് തന്നെ വിശേഷിപ്പിക്കുന്നത്. ശൗലിൻ്റെ മാനസാന്തരവും താൻ യെരുശലേമിൽ നിന്ന് ദമസ്കസിലേക്ക് പോയി അവിടെ വെച്ച് തനിക്കുണ്ടായ അനുഭവങ്ങൾ, അവിടെ നിന്ന് അറേബ്യയിലേക്ക് പോയതും അറേബ്യയിൽ നിന്ന് മടങ്ങി ദമസ്കസിൽ വന്ന് അതിനുശേഷം താൻ യെരുശലേമിലെത്തിയതും യെരുശലേമിൽ നിന്ന് തർസോസിലേക്ക് പോകുന്ന ആ ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായത്. ഏറ്റവും വലിയ പാപിയെയും സുവിശേഷത്തിന് വിടുവിക്കാൻ കഴിയും, കർത്താവിനെ രക്ഷിക്കാൻ കഴിയും എന്ന ആശയം ആ അധ്യായത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന 10-ാം അധ്യായത്തിലെ ഒരു പ്രധാന ആശയം, നല്ലവർ എന്ന് നാം വിശേഷിപ്പിക്കുന്ന ആളുകൾക്കും രക്ഷ ആവശ്യമാണ്. ഏറ്റവും വലിയ പാപിക്കും രക്ഷ ആവശ്യമാണ്. നല്ലവരായി ജീവിക്കുന്നവർക്കും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ ആവശ്യമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു അധ്യായമാണ് 10-ാമത്തെ അധ്യായം. 10-ാമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, സുവിശേഷം ആദ്യമായി ജാതികളിലേക്ക് നീങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ മാനസാന്തരവും രക്ഷയുമാണ് പ്രധാനമായി ഈ 10-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കർത്താവ് തന്നെ ശുശ്രൂഷിക്കുവാൻ അപ്പോസ്തലനായ പത്രോസിനെയാണ് നിയോഗിക്കുന്നത്. ഈ ചരിത്രം അപ്പോസ്തല പ്രവൃത്തികളിൽ ലൂക്കോസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 10-ാം അധ്യായം
11-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങൾ, 15-ാം അധ്യായത്തിലെ ചില ഭാഗങ്ങളിലൊക്കെ ഈ വിഷയം ലൂക്കോസ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിലെ ലൂക്കോസ് രേഖപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ഏറ്റവും ദൈർഘ്യമുള്ളത് ഈ വിഷയമാകാൻ സാധ്യതയുണ്ട്. ശൗലിൻ്റെ മാനസാന്തരം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. 9-ാം അധ്യായം, 22-ാം അധ്യായം, 26-ാം അധ്യായം, ഇവിടെ എല്ലായിടത്തും ശൗലിൻ്റെ മാനസാന്തരത്തിൻ്റെ സൂചനകളുണ്ട്. അതുപോലെ തന്നെ 6-ാം അധ്യായം, 7-ാം അധ്യായത്തിൽ സ്തേഫാനോസിൻ്റെ ശുശ്രൂഷയും തെരഞ്ഞെടുപ്പിനെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതൊക്കെ വളരെ ദീർഘമുള്ള ധാരാളം വാക്യങ്ങൾ ലൂക്കോസ് ഈ കാര്യങ്ങൾ വിവരിക്കുവാൻ എടുത്തിട്ടുണ്ട്. എങ്കിലും കൊർന്നല്യോസിൻ്റെ മാനസാന്തരവും ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം നീങ്ങിയ ആ വിഷയത്തിന് ഇതിനേക്കാളെല്ലാം കൂടുതൽ വാക്യങ്ങൾ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും അവസാനം 9-ാം അധ്യായത്തിൽ നമ്മൾ 32 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസിൻ്റെ ശുശ്രൂഷ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവിടെ 2 പ്രധാനപ്പെട്ട അത്ഭുതങ്ങൾ പത്രോസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ പാരലൈസ്ഡായിട്ട് കിടന്ന ഒരാളെ തന്നിലൂടെ ദൈവം വിടുവിക്കുന്നതായിട്ട് നാം കാണുകയുണ്ടായി. അതിനുശേഷം തബിത മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന സംഭവവും നാം പത്രോസിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം അതിൻ്റെ 42-ാം വാക്യവും 43-ൽ ഇങ്ങനെയാണ് നമ്മൾ കണ്ടത്: ഇത് യോപ്പയിലെങ്ങും പ്രസിദ്ധമായി, പലരും കർത്താവിൽ വിശ്വസിച്ചു. അത് ആദ്യത്തെ അത്ഭുതം, പാരലറ്റിക്കായിട്ടുള്ള ആൾ എഴുന്നേറ്റ അത്ഭുതത്തിലും ഈ വിഷയം ഉണ്ടായി. ആളുകൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയുണ്ടായി. 43-ാം വാക്യത്തിൽ, പിന്നെ അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്ന ഒരുത്തൻ്റെ കൂടെ വളരെ നാൾ യോപ്പയിൽ പാർത്തു. അങ്ങനെയാണ് 9-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. 10-ാം അധ്യായത്തിൽ അതിനുശേഷം കൊർന്നല്യോസിനെ ലൂക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ യോപ്പയിൽ പത്രോസ് താമസിക്കുന്ന ആ രംഗം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. കാരണം ഈ 10-ാം അധ്യായത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ അവിടെ നിന്നാണ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസ് ശുശ്രൂഷിക്കുവാനായി കടന്നു വരുന്നതായിട്ട് നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത്. 10-ാം അധ്യായത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. കൊർന്നല്യോസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ളൊരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഒന്നാമതവിടെ കൊർന്നല്യോസ് കൈസറിയയിലായിരുന്നു എന്ന ചിന്തയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൈസറിയ എന്ന് പറയുന്നത് ആ കാലത്ത് യഹൂദിയയുടെ തലസ്ഥാനമായിരുന്നു. യോപ്പയിൽ നിന്ന് ഏതാണ്ട് 30 മൈൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കൈസറിയ. അത് യഹൂദിയയുടെ തലസ്ഥാനമായതുകൊണ്ട് വളരെയധികം ഡെവലപ്ഡായി ഒരു പട്ടണമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ജാതീയ പട്ടണമായിരുന്നു എങ്കിലും ധാരാളം യഹൂദന്മാർ തിങ്ങിപ്പാർത്ത ഒരു സ്ഥലമായിരുന്നു കൈസറിയ. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ പള്ളികൾ, അതായത് സിനഗോഗുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലത്തായിരുന്നു കൊർന്നല്യോസ് പാർത്തിരുന്നത്. രണ്ടാമത് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം ഒരു ശതാധിപനായിരുന്നു എന്നാണ് 1-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശതാധിപൻ എന്ന വാക്കിൻ്റെ അർത്ഥം റോമൻ ആർമിയിലെ 100 പട്ടാളക്കാരുടെ അധിപനായിരുന്നു താൻ. ഒരു ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. അതുപോലെ മറ്റൊരു പ്രയോഗം അവിടെ ഇത്താലിക എന്ന പട്ടാളത്തിൽ, അതൊരു റെജിമെൻ്റാണ്. ഇങ്ങനെ 6 ശതാധിപന്മാർ അഥവാ അവർ നിയന്ത്രിക്കുന്ന 600ഓളം പട്ടാളക്കാർ ചേരുന്നതാണ് ഒരു റെജിമെൻറ്റ്.
അപ്പോൾ ഈ ഒരു റെജിമെൻറ്റിലെ 100 പേരുടെ അധിപനായിരുന്നു കൊർന്നല്യോസ് എന്ന ഈ ശതാധിപൻ. അഥവാ നമുക്ക് മനസ്സിലാകുന്ന നിലയിൽ അതിനെ ചിന്തിച്ചാൽ ഒരു പട്ടാള ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം, ഒരു മിലിറ്ററിക്കാരനായിരുന്നു അദ്ദേഹം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. മൂന്നാമത് തന്നെക്കുറിച്ച് 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ മുഖവരയിൽ സൂചിപ്പിച്ചതുപോലെ 9-ാം അധ്യായത്തിൻ്റെ പ്രധാന വിഷയം ഏറ്റവും വലിയ പാപിയായിരുന്ന ദൈവസഭയ്ക്കെതിരെ ഉപദ്രവം അഴിച്ചുവിട്ട ശൗലിൻ്റെ മാനസാന്തരമാണ് 9-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായി കണ്ടത്. എന്നാൽ 10-ാം അധ്യായത്തിൽ ലൂക്കോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ല മനുഷ്യനെയാണ്, മാന്യനായ മനുഷ്യനെയാണ്. കൊർന്നല്യോസ് ഒരു പട്ടാളക്കാരനാണ് എങ്കിലും അദ്ദേഹം വളരെ ഭക്തനായൊരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യന് ഓട്ടോമാറ്റിക്കായി ഒരു ദൈവവൈതലല്ല, ആത്മരക്ഷയില്ല എന്ന വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ 2-ാം വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്നത് ശ്രദ്ധിക്കുക. അവൻ ഭക്തനും തൻ്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി. അത്രയും നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തനായൊരു മനുഷ്യനായിരുന്നു. അവിടുത്തെ ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഗോഡ് ഫിയറർ എന്ന വാക്കാണ് ഇംഗ്ലീഷിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്പം വിശദീകരണം ആവശ്യമുള്ള ഒരു വാക്കാണ്. അത് വേണമെങ്കിൽ ദൈവത്തോട് ഭക്തിയുള്ള എന്ന ചിന്ത നമുക്ക് ആ വാക്കിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും. എങ്കിലും ആ വാക്കിന് അല്പം കൂടെ ആഴമുണ്ട്. ആ കാലഘട്ടത്തിൽ ഗോഡ് ഫിയറേഴ്സ്, ദൈവഭക്തർ എന്ന് പറയുന്ന ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാർ വളരെ എരിവോടെ അവർ യാഹ്വയെക്കുറിച്ച്, യഹോവയെക്കുറിച്ച് പ്രചരിപ്പിച്ചവരാണ്. അവർക്ക് ഇവാഞ്ചലിസ്റ്റിക് ടീമുകൾ ഉണ്ടായിരുന്നു. ഏക സത്യ ദൈവത്തെക്കുറിച്ച് പ്രചരിപ്പിക്കുവാൻ അവർ വളരെ തീഷ്ണത കാണിച്ച ഒരു മതമാണ് യഹൂദമതം. അങ്ങനെ ആ വാർത്ത കേട്ടവർ, ഏക ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ലഭിച്ച ധാരാളം ജാതികളിൽ നിന്ന് ആളുകൾ ജീവനുള്ള ദൈവത്തെ അറിയുവാനും പിൻപറ്റുവാനും അവർ വിധേയപ്പെട്ടിട്ടുണ്ട്. ചരിത്രം അതിന് സാക്ഷ്യം പറയുന്നുണ്ട്. ധാരാളം ദൈവങ്ങളെ ആരാധിച്ച് വന്ന ജാതിക പശ്ചാത്തലത്തിലുള്ളവർ ഏക സത്യ ദൈവത്തെക്കുറിച്ച് അവർ കേട്ടപ്പോൾ അതവർക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ യഹൂദ മതം സ്വീകരിച്ച ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ യഹൂദ മതം സ്വീകരിക്കാനുള്ള കാരണം, ഏകസത്യ ദൈവത്തെക്കുറിച്ച് യഹൂദ മതം പ്രചരിപ്പിക്കുമ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ, യഹൂദ മതത്തിലൂടെ അല്ലാതെ ആത്മരക്ഷയില്ല. രക്ഷ പ്രാപിക്കണമോ, ഈ ജീവനുള്ള ദൈവവുമായി ബന്ധപ്പെടണമെങ്കിൽ അത് യഹൂദ മതത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യഹൂദ മതത്തിന് അപ്പുറത്ത് രക്ഷയില്ല എന്ന് അവർ വിശ്വസിച്ചു, അവരത് പഠിപ്പിച്ചു. അങ്ങനെ അത് സ്വീകരിച്ച ധാരാളം ജാതീയ ആളുകൾ യഹൂദ മതത്തിൽ ഏകസത്യ ദൈവത്തെ ആരാധിക്കുവാനും സേവിപ്പാനും ചേർന്നിട്ടുണ്ട്. അങ്ങനെ ചേരുന്ന ഒരാൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും.
അവരുടെ പുരുഷന്മാർ പരിച്ഛേദന ഏൽക്കണം, യഹൂദ മതത്തിലേക്ക് ചേരുവാൻ സ്നാനമേൽക്കണം. അതുപോലെ യെരുശലേം ദേവാലയം ഉള്ള കാലം അവർ യാഗങ്ങളിലെല്ലാം സജീവമായി അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നിയമങ്ങൾ ധാരാളം ജാതീയ ആളുകൾ സ്വീകരിച്ച് യഹൂദ മതം സ്വീകരിച്ചിരുന്നു. അങ്ങനെ യഹൂദ മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെ യഹൂദനായി തന്നെ ട്രീറ്റ് ചെയ്തിരുന്നു. എങ്കിലും പലരും ജാതീയ ആളുകൾ ഇതിനകത്ത് നിന്ന് പല ആളുകളും ഏകസത്യ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് യഹൂദ മതം നല്ലതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും പൂർണ്ണമായി ചേരാതെ അവരവരുടെ ഐഡൻറ്റിറ്റികൾ പിന്നെയും പുലർത്തിയിരുന്ന ജാതീയ ആളുകൾ ഉണ്ടായിരുന്നു. ഏകസത്യ ദൈവത്തെ അവരറിയുകയും തങ്ങളാൽ ആവോളം ന്യായപ്രമാണം അനുസരിക്കുവാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങളും ഒക്കെ അവർ പാലിക്കുവാൻ ശ്രമിച്ചിരുന്നു. എങ്കിലും സ്നാനമോ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് പൂർണ്ണമായി യഹൂദ മതം സ്വീകരിക്കാതെ അവർ വേറിട്ട് നിന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെയാണ് ദൈവഭക്തർ എന്ന് ആ കാലഘട്ടത്തിൽ അറിഞ്ഞത്. അപ്പോൾ അവർ പൂർണ്ണമായും യഹൂദ മതം അവരെ സ്വീകരിച്ചിട്ടില്ല. അവരിപ്പോഴും ജാതീയ ആളുകളാണ്, എങ്കിലും അനുഭാവികളാണ്. അതുകൊണ്ട് സിനഗോഗുകളിൽ ആരാധനയ്ക്ക് വരുമ്പോൾ പ്രധാന ആരാധന സ്ഥലത്ത് അവരെ കയറ്റുകയില്ല. അവർക്കൊരു പ്രത്യേകം സ്ഥലം യഹൂദന്മാർ വേറിട്ട് കൊടുത്തിരുന്നു. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരാണ് ഗോഡ് ഫിയറേഴ്സ് അല്ലെങ്കിൽ ദൈവഭക്തർ. ആ സൂചനയാണ് നമ്മൾ ഇവിടെ കൊർന്നല്യോസിനോടുള്ള ബന്ധത്തിൽ കാണുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവൻ. കുടുംബമായി ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് തനിക്കുണ്ടായിരുന്നു. മോണോഥിസ്റ്റായിരുന്നു. തൻ്റെ ജാതികമായുള്ള ആരാധന ക്രമീകരണങ്ങൾ വിട്ട് യഹൂദന്മാർ പ്രചരിപ്പിക്കുന്ന ജീവനുള്ള ദൈവത്തെ മനസ്സിലാക്കിയ ഒരു മനുഷ്യനാണ് കൊർന്നല്യോസ്. എങ്കിലും പൂർണ്ണമായി യഹൂദ മതത്തിലെ ആചാരങ്ങളെല്ലാം താൻ സ്വീകരിക്കാതെ താൻ മുന്നോട്ട് പോയ ഒരു ഭക്തനായ മനുഷ്യനാണ്. ജാതിക പശ്ചാത്തലത്തിൽ നിന്ന് അങ്ങനെയുള്ളവർ പൂർണ്ണമായി യഹൂദ മതം സ്വീകരിക്കാത്തതിൻ്റെ കാരണം, അങ്ങനെ സ്വീകരിച്ച് യഹൂദ മതം സ്വീകരിച്ചാൽ അവരുടെ റൂട്ടുകൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളിൽ നിന്ന് ഒക്കെ അവർ വേർപെടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാർമ്മികമായുള്ള ശുശ്രൂഷകൾ കൈക്കൊള്ളാതെ അവരവരുടെ ഐഡൻറ്റിറ്റികൾ വെച്ച് പുലർത്തിയിരുന്നു. ഒരു പക്ഷെങ്കിൽ കൊർന്നല്യോസ് അങ്ങനെ ഒരു മനുഷ്യനാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ദൈവഭക്തനായ മനുഷ്യനാണ്, ജീവനുള്ള ദൈവത്തെ താൻ അറിഞ്ഞവനാണ്. എന്നാൽ പൂർണ്ണമായി യഹൂദ മതം സ്വീകരിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന മൂന്നാമത്തെ ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത് എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചു പോന്നു. അതിൽ ആദ്യ ഭാഗം, ജനത്തിന് വളരെ ധർമ്മം കൊടുത്ത്. താൻ ഒരു പട്ടാളക്കാരനാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ, ശതാധിപനാണ് എന്ന് പറഞ്ഞാൽ മാസശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളാണ്. റോമൻ ഗവൺമെൻറ്റിൽ നിന്ന് താൻ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം മേടിക്കുന്ന ഒരാളാണ് കൊർന്നല്യോസ്. എന്നാൽ താൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് നീഡിയായിട്ടുള്ളവർ, സാധുക്കളായുള്ളവർ, അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് ജനറസായി പണം കൊടുത്ത മനുഷ്യനാണ്. അപ്പം തൻ്റെ ആത്മീകം വളരെ പ്രാക്ടിക്കലായിരുന്നു. വാഗൊണ്ട് മാത്രം ആത്മീകം പറയുന്ന ഒരാളല്ല കൊർന്നല്യോസ്. ഡീപ്പായി താൻ അറിഞ്ഞ ദൈവത്തിൻ്റെ സത്യങ്ങൾ, താൻ അറിഞ്ഞ സത്യം തൻ്റെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തി അത് സമസൃഷ്ടികളായ ആളുകൾക്ക് സഹായമെത്തിക്കുവാൻ തന്നെ
പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യനാണ്. ഇവിടെ നമ്മൾ ഈ പട്ടാളക്കാരൻ്റെ ഹൃദയത്തെ കാണണം. ഈ പട്ടാളക്കാരൻ വളരെ കമ്പാഷനുള്ള മനുഷ്യനായിരുന്നു. തനിക്കും തൻ്റെ കുടുംബത്തിനും വേണ്ടി മാത്രം തനിക്ക് കിട്ടുന്ന സാമ്പത്തിക നന്മകൾ ഉപയോഗിക്കാതെ, സെൽഫിഷായി താൻ അത് ഉപയോഗിക്കാതെ, മറ്റുള്ളവർക്ക് ജനറസായി താൻ സാമ്പത്തിക നന്മ എത്തിച്ചിരുന്നു. അടുത്തതായിട്ട് തന്നെക്കുറിച്ച് അവിടെ കാണുന്നത്, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. തനിക്ക് കിട്ടിയ വെളിപ്പാടനുസരിച്ച് താൻ അറിഞ്ഞ ഏക സത്യ ദൈവമാകുന്ന യഹോവയോട് എപ്പോഴും പ്രാർത്ഥിച്ചു പോകുന്നു. നമുക്കറിയാം, ജോലിത്തിരക്കുള്ള ഒരു മനുഷ്യനാണ് എങ്കിലും കൃത്യമായി പ്രാർത്ഥിക്കാൻ സമയമെടുത്ത ഒരു വ്യക്തിയാണ് കൊർന്നല്യോസ്. നോക്കൂ, അദ്ദേഹം ഒരു ജാതിക മനുഷ്യനാണ് എങ്കിലും ഭാഗികമായി തനിക്കൊരറിവുണ്ട്. ഏക സത്യ ദൈവം ഉണ്ട് എന്ന് തനിക്കറിവുണ്ട്. തനിക്ക് ലഭിച്ച വെളിപ്പാടനുസരിച്ച് ആ ദൈവവുമായി ബന്ധപ്പെടുവാൻ, സംസാരിക്കുവാനും ആ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും തന്നാൽ ആവോളം ശ്രമിച്ച ഒരു മനുഷ്യനാണ് കൊർന്നല്യോസ്. ഒരു നല്ല മനുഷ്യനാണ് കൊർന്നല്യോസ്. താൻ ദൈവത്തെ അറിയുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. താൻ ദൈവത്തെ അറിയുന്നത് കടഭാരം മാറുവാനുമല്ല. ജോലിയുള്ളൊരു മനുഷ്യനാണ്. തനിക്ക് ശാരീരികമായുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പട്ടാളക്കാരനാണ്, ആരോഗ്യമുള്ള മനുഷ്യനാണ്. തൻ്റെ ഹൃദയത്തിൽ താനൊരു സത്യാന്വേഷിയായതുകൊണ്ട് ജീവനുള്ള ദൈവത്തെ അറിയണമെന്ന് വളരെയധികം വാഞ്ചയുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ഒരു നല്ല പട്ടാളക്കാരൻ, നല്ല ആത്മീയമായ അനുഭവമുള്ള ഒരു പട്ടാളക്കാരൻ, ദൈവത്തെ കൂടുതൽ അറിയുവാൻ ആഗ്രഹിച്ച ഒരു പട്ടാളക്കാരൻ. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കൊർന്നല്യോസിൻ്റെ ഈ പ്രാർത്ഥനയും ഈ താൻ കൊടുത്ത ധർമ്മവും ദൈവസന്നിധിയിൽ അതെത്തിയെന്നാണ്. നോക്കുക, 4-ാമത്തെ വാക്യം, അവൻ അവനെ ഉറ്റുനോക്കി ഭയപരവശനായി, എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. അഥവാ God took notice of it. അത് നിമിത്തം തനിക്ക് ആത്മരക്ഷ ഉണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം. താൻ നിഷ്കളങ്ക ഹൃദയത്തോടെ ചെയ്ത, പരമാർത്ഥ ഹൃദയത്തോടെ ചെയ്ത ആ ദാനധർമ്മവും തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നതും, ഹൃദയങ്ങളെ കാണുന്ന ദൈവം അത് കണ്ടു. അത് ദൈവസന്നിധിയിൽ ഒരു മെമ്മോറിയലായി ദൈവം ആ കാര്യത്തെ നോട്ട് ചെയ്തു എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അങ്ങനെ ദൈവം ഒരു ദൂതനെ തൻ്റെ അടുക്കലേക്ക് അയക്കുകയാണ്. 3-ാം വാക്യം ശ്രദ്ധിക്കണം. അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്ത് വരുന്നത് സ്പഷ്ടമായി കണ്ടു. കൊർന്നല്യോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഒരു ദർശനം കാണുകയാണ്. അപ്പോൾ ജാതിക മനുഷ്യനായ കൊർന്നല്യോസ്, തനിക്ക് ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യൻ, ദൈവം ഒരു ദർശനം കൊടുക്കുന്നു. ദർശനത്തിൽ താൻ കാണുന്നത് ഒരു ദൂതൻ തൻ്റെ അടുക്കൽ വന്ന് തന്നോട് സംസാരിക്കുന്നതാണ്. ദൂതന്മാരുടെ മിനിസ്ട്രിയെക്കുറിച്ച് തിരുവെഴുത്തിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ എപ്പിസോഡിൽ അത് ധ്യാനിക്കുവാനായി ഇപ്പോൾ സമയം എടുക്കുന്നില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൂതന്മാരുടെ ധാരാളം മിനിസ്ട്രി ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നും ദൂതന്മാരിലൂടെ ദൈവം സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്, അപകടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്.
പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. ഇന്നും കർത്താവ് ദൂതന്മാരെ അയച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ദൂതൻ്റെ ഒരു വലിയ ദർശനമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവിടെ 9-ാം മണി നേരം എന്ന് തിരുവെഴുത്ത് ആ 3-ാം വാക്യത്തിൽ പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് അത് ഉച്ച കഴിഞ്ഞ് 3 മണി എന്ന സമയമാണ് താൻ ഈ ദർശനം കാണുന്നത്. ഒരുപക്ഷെങ്കിൽ യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥനാ സമയമായിരിക്കാൻ സാധ്യതയുണ്ട്. തെളിവായിട്ട് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസും യോഹന്നാനും ഈ 3 മണി സമയത്താണ് അവർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്നത്. ആ സമയത്താണല്ലോ കുറേ നാളുകൾക്ക് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചതുപോലെ അവർ ഒരു മുടന്തനെ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നത്. അപ്പം 3-ാം മണി നേരം, 9-ാം മണി എന്നുള്ളത് 3 മണി ആവാനാണ് സാധ്യത. ആ 3 മണിക്ക് ആണ് അത് യഹൂദന്മാരുടെ പ്രാർത്ഥനാ സമയത്ത് കൊർന്നല്യോസ് പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ വലിയ ദർശനം താൻ കാണുന്നത്. ആ ദൂതൻ തന്നോട് സംസാരിക്കുന്നതാണ് നമ്മൾ 4-ാം വാക്യത്തിൽ ഞാൻ മുമ്പ് വായിച്ച് കേൾപ്പിച്ചത്. 4-ാം വാക്യം, അവനെ ഉറ്റുനോക്കി ഭയപരവശനായി. കൊർന്നല്യോസിന് ഭയം തോന്നി. എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. ദൂതൻ അവനോട്, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുൻപിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് മറുപേരുള്ള ശിമോനെ വരുത്തുക. ഇവിടെ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ദൂതൻ ഇറങ്ങുന്നത് പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം ദൂതനെ അയക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൊർന്നല്യൂസ് എന്തായിരിക്കാൻ പ്രാർത്ഥിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. 5-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. 6-ാം വാക്യത്തിൽ, അവൻ തോൽക്കൊല്ലനായ ശിമോൻ എന്നൊരുവനോട് കൂടെ പാർക്കുന്നു, അവൻ്റെ വീട് കടൽപ്പുറത്താകുന്നു എന്ന് പറഞ്ഞു. ഒരു പക്ഷെങ്കിൽ കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് തനിക്ക് ഭാഗികമായ ദൈവത്തെക്കുറിച്ച് ഒരറിവുണ്ട്, പക്ഷേ അത് പൂർണ്ണമല്ല എന്ന് കൊർന്നല്യോസ് ഗ്രഹിച്ച് ദൈവമേ കൂടുതലായി ആത്മീകമായ കാര്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന പ്രാർത്ഥനയാവാൻ സാധ്യതയുണ്ട്. അതിന് മറുപടിയായിട്ട് ദൈവം ഒരു ദൂതനെ തൻ്റെ അടുക്കലേക്ക് ദർശനത്തിൽ അയക്കുകയാണ്. ആ ദൂതൻ തന്നോട് പറയുന്നത്, തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ യോപ്പയിൽ പത്രോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തെ വിളിക്കണം. ഇറങ്ങിയ ദൂതൻ സുവിശേഷം പറയുന്നതായിട്ട് നാം കാണുന്നില്ല. ദൂതന്മാർക്ക് സുവിശേഷം പറയുവാൻ ദൈവം നിയോഗിച്ചിട്ടില്ല. ഒരുപക്ഷെങ്കിൽ അവർ സുവിശേഷത്തിൻ്റെ ശക്തി വ്യക്തിപരമായി അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാം അവരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. എന്നാൽ സുവിശേഷം പറയുവാൻ രക്ഷിക്കപ്പെട്ട് സുവിശേഷത്തിൻ്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്തവരെയാണ് ദൈവം നിയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയൊരു ഭാഗ്യം ദൈവം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്, ദൈവസഭയ്ക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഭവിച്ചവർക്ക് മാത്രമേ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ കഴിയുകയുള്ളല്ലോ. അതുകൊണ്ട് ഇറങ്ങിയ ദൂതൻ ഒരു വലിയ നിർദ്ദേശം കൊടുക്കുകയാണ്. പത്രോസിനെ വിളിപ്പിക്കുവാനായി താൻ നിർദ്ദേശം കൊടുക്കുകയാണ്. അവിടെ ഒരു ആശയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ദൈവത്തിൻ്റെ ദാസനാകുന്ന പത്രോസ് എവിടെ താമസിക്കുന്നു എന്നതിനെക്കുറിച്ച് ദൈവം എത്രയോ കൃത്യമായിട്ടാണ് ആ ഇൻഫർമേഷൻ കൊർന്നല്യോസിന് പാസ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ പ്രിയ മക്കൾ എവിടെ താമസിക്കുന്നുവെന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. കൃത്യമായി നമ്മുടെ അഡ്രസ്സ് അറിയാവുന്ന, നമ്മളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവം ഉണ്ട്. പത്രോസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ശുശ്രൂഷയുടെ വഴി തുറക്കുന്നത് ദൈവമാണ്. കൊർന്നല്യോസ് ആത്മീയ ദാഹമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം കാണുന്ന ദർശനത്തിൽ ദൂതൻ ഇറങ്ങി നിർദ്ദേശം കൊടുക്കുകയാണ് പത്രോസിനെ വിളിപ്പിക്കാൻ. പത്രോസ്
യോപ്പയിൽ കുറേ നാൾ തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ പാർക്കുകയാണ്. അവിടെ നിന്ന് അടുത്ത മിനിസ്ട്രിയുടെ വഴി തുറക്കുവാൻ ദൈവം കൊർന്നല്യോസിൻ്റെ വീട്ടിലേക്ക് ഒരു ക്ഷണം അയക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളല്ല വഴികൾ ഒരുക്കുന്നത്, സർവശക്തനായ ദൈവമാണ്. അതാത് സമയങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നീങ്ങുവാൻ തയ്യാറായാൽ തക്ക സമയത്ത് വഴികൾ തുറന്ന് ദൈവം ചില ഇടങ്ങളിലേക്ക് നമ്മൾ ഈ തിരുവെഴുത്ത് കാണുന്നത് പോലെ തന്നെ അയക്കുവാൻ വിശ്വസ്തനാണ്. കുറേ നാൾ യോപ്പയിൽ പാർത്തു, താൻ അസ്വസ്ഥനായില്ല. അടുത്ത ദൈവിക നിയോഗത്തിന് വേണ്ടി പത്രോസ് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് കൈസറിയയിൽ കൊർന്നല്യോസിന് തൻ്റെ അഡ്രസ്സ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദൈവദാസീദാസന്മാർ ഇതുപോലെ ദൈവസന്നിധിയിൽ കാത്തിരുന്നെങ്കിൽ നമ്മെ ഓരോരുത്തരെയും തേടി ആളുകൾ വരത്തക്കവണ്ണം ദൈവത്തിൻ്റെ നിയോഗങ്ങൾ ചിലരുടെ മേൽ അയക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവം അയക്കാതെ ഒരു സ്ഥലത്ത് പോയിട്ട് അർത്ഥമില്ല. എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ആവേശത്തോടെ ചെയ്യുക എന്നുള്ളതല്ല പാറ്റേൺ. ആവേശം നമുക്ക് ആവശ്യമാണ്, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് ചെന്നെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പത്രോസ് പേഷ്യൻ്റായിട്ട് യോപ്പയിൽ കാത്തിരിക്കുകയാണ്. അവിടേക്ക് കൊർന്നല്യോസ് ആളിനെ അയച്ച് പത്രോസിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ശുശ്രൂഷയുടെ മുഖത്തിരിക്കുന്ന ദൈവദാസീദാസന്മാരോട് എനിക്ക് പറയുവാൻ നിയോഗമുള്ളത്, വഴി അടഞ്ഞു, ശുശ്രൂഷ ഇപ്പോൾ ഇല്ല എന്ന് ചിന്തിക്കരുത്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്ക്, ദൈവവചന ധ്യാനത്തിൽ ഉറ്റിരിക്ക്. വഴികൾ തുറക്കുന്നത് ദൈവമാണ്. കൃത്യസമയത്ത് തക്കയിടത്ത് താങ്കളെ അയച്ച് കർത്താവ് മഹത്വമെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഇറങ്ങിയ ദൂതൻ സുവിശേഷം പറയുന്നില്ല, പക്ഷേ സുവിശേഷം പറയുവാനായി നിയോഗിക്കപ്പെട്ട ആളിൻ്റെ അഡ്രസ്സ് കൈമാറുകയാണ്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വിഷയങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. 11-ാം അധ്യായത്തിൻ്റെ 13-14 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ വിഷയം 10-ാം അധ്യായത്തിലും 11-ാം അധ്യായത്തിലും 15-ാം അധ്യായത്തിലും ചില വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഇതെല്ലാം കൂടെ ഒരുമിച്ചെടുത്തെങ്കിലേ ഈ വിഷയത്തിൻ്റെ ഒരു പൂർണ്ണമായ ഒരു രൂപം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. 13-ാം വാക്യം, അവൻ തൻ്റെ വീട്ടിലൊരു ദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന മറുപേരുള്ള ശിമോനെ വരുത്തുക. 14-ാം വാക്യം ശ്രദ്ധിക്കുക, നീയും നിൻ്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും എന്ന് ദൂതൻ പറഞ്ഞു എന്നും ഞങ്ങളോട് അറിയിച്ചു. ഇത് പത്രോസിൻ്റെ വാക്കുകളാണ്. കൊർന്നല്യോസ് പത്രോസിനോട് പറഞ്ഞ കാര്യങ്ങളാണ് പത്രോസ് ഇവിടെ യഹൂദന്മാരുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആ 14-ാം വാക്യം വളരെ ശ്രദ്ധേയമാണ്. ദൂതൻ ഇറങ്ങി പറയുന്ന ആ വാക്കുകൾ എന്താണ്? നീയും നിൻ്റെ ഗ്രഹവും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത്രയും അധികം ആത്മീയമായുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. താൻ കൈസറിയയിലാണ്, ശതാധിപനാണ്, ദൈവഭക്തനാണ്, ദാനധർമ്മം കൊടുക്കുന്നവനാണ്, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ദൂതനെ താൻ ദർശനത്തിൽ കാണുന്നു, ദൈവത്തിൻ്റെ ദൂതൻ തന്നോട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒക്കെ അനുഭവങ്ങൾ തനിക്കുണ്ട്. എങ്കിലും വേദപുസ്തകം എത്ര ശക്തിയോടെയാണ് പറയുന്നത്, താൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല, ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ല. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരാൾ, വളരെയധികം ദാനധർമ്മം കൊടുക്കുന്നയാൾ, തന്നാളാവോളം ദൈവവചനം അനുസരിച്ച് ജീവിപ്പാൻ, ഒരു നല്ലയാളായി ജീവിപ്പാൻ ശ്രമിക്കുന്നയാൾ, ഇങ്ങനെ ഒരാളിന് മോക്ഷമില്ലേ? ഇങ്ങനെ ഒരാളിനെ ദൈവം സ്വീകരിച്ചിട്ടില്ലേ?
ഇങ്ങനെ ഒരാൾ സ്വർഗത്തിൽ പോകുകയില്ലേ? വേദപുസ്തകത്തിൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. 9-ാം അധ്യായത്തിൽ പാപികളിൽ ഒന്നാമനായ ശൗൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നു. നമുക്കത് മനസ്സിലാക്കാം. പാപിക്ക് മോക്ഷം ആവശ്യമാണ്. പക്ഷേ ലോകപ്രകാരം ഒരു നല്ല മനുഷ്യനായ കൊർന്നല്യോസ്, അദ്ദേഹത്തിന് രക്ഷ ആവശ്യമാണോ? നല്ലവരെല്ലാം സ്വർഗത്തിൽ പോകുകയില്ലേ? നല്ലവരെ ദൈവം കൈക്കൊള്ളുകയില്ലേ? പക്ഷേ ഈ 14-ാമത്തെ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താനും തൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശം ഈ തരണത്തിൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. മനുഷ്യൻ്റെ കർമ്മപ്രവൃത്തികൾ കൊണ്ട് രക്ഷയില്ല, സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷയില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടവർക്ക് സൽപ്രവൃത്തി ഉണ്ടാവണം. മനുഷ്യൻ്റെ എല്ലാ സൽപ്രവൃത്തികളും ദൈവത്തിൻ്റെ മുൻപാകെ കറ പുരണ്ട തുണി പോലെയുള്ളൂ. ഞാൻ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല ദൈവം എന്നെയും നിങ്ങളെയും അംഗീകരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ നിങ്ങൾക്കായി ഇവിടെ വായിക്കുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണം അല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന് മുൻപാകെ നമുക്ക് നീതീകരിക്കപ്പെടുവാൻ സാധ്യമല്ല എന്ന് വേദപുസ്തകം വളരെ ശക്തിയോടെ പഠിപ്പിക്കുന്നു. കർമ്മമാർഗത്തിലൂടെയുള്ള രക്ഷ മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത് വിശ്വാസത്താലുള്ള രക്ഷയാണ്. രക്ഷ ദാനമായി ദൈവം ആളുകൾക്ക് കൊടുക്കുകയാണ്. പാപിയായ മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തു 2012 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യവേഷത്തിൽ ഇറങ്ങി വന്ന് പാപമില്ലാത്ത ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മനുഷ്യൻ്റെ പാപത്തെ തൻ്റെ മേൽ ചുമന്നു. ആ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണത്തെ താൻ കാൽവറി ക്രൂശിൽ ആസ്വദിച്ചു. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. നമ്മൾ അനുഭവിക്കേണ്ട ശിക്ഷ കർത്താവായ യേശുക്രിസ്തു അതനുഭവിച്ചു. യേശുക്രിസ്തു താൻ ചെയ്ത രക്ഷണ്യ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ആത്മരക്ഷ സൗജന്യമായി ലഭിക്കുന്നു. കൊർന്നല്യോസിന് ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഭാഗികമായ വെളിപ്പാടുണ്ട് എങ്കിലും ദൈവം വച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ല. ആത്മരക്ഷയ്ക്ക് ദൈവം വച്ചിരിക്കുന്ന ഏക വഴി യേശുക്രിസ്തുവാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. യേശുവിൻ്റെ വാക്കുകൾ യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തി 4:12 ദൈവമക്കൾക്കറിയാം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമമാണ്. ഭാഗികമായി കൊർന്നല്യോസിന് ജീവനുള്ള ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ട് എങ്കിലും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് തനിക്ക് അറിയത്തില്ലായിരുന്നു. ആ ദൂത് ഇറങ്ങിയ ദൂതൻ പറയുന്നില്ല, താൻ ദർശനത്തിൽ കാണുന്ന ദൂതൻ അത് തന്നോട് പറയുന്നില്ല. ആ രക്ഷിക്കുന്ന ദൂത് പറയുവാൻ ദൂതൻ ആവശ്യപ്പെടുന്നത് പത്രോസിനെ വിളിപ്പിക്കണം എന്നാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ, രക്ഷയുള്ളൂ എന്ന സത്യം
വിശുദ്ധ വേദപുസ്തകം വളരെ ശക്തിയോടെ ഘോഷിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷ ഇല്ല. കൊർന്നല്യോസ് നല്ല മനുഷ്യനാണ്. ഇന്ന് ഭൂമിയിലുള്ള ധാരാളം ആളുകൾ നല്ലവരായി ജീവിക്കുവാൻ ശ്രമിക്കുന്നു. നല്ലവരായതുകൊണ്ട് സർവശക്തനായ ദൈവം അവരെ അംഗീകരിക്കും എന്ന ചിന്ത ആളുകൾക്കുണ്ട്. എന്നാൽ വേദപുസ്തകം അതല്ല തരുന്നത്. ഞാൻ മറ്റൊരാളിനെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നു. തന്നെക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്ന ആ വാക്കുകൾ ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എത്രയോ വലിയ മനുഷ്യനാണ് അദ്ദേഹം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. യഹൂദ മതത്തിൽപ്പെട്ടവനാണ്. മാത്രമല്ല താൻ പരീശനാണ്. എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ യഹൂദ മതത്തിലെ ഏറ്റവും ആത്മീകരായി നിയമങ്ങളെല്ലാം പാലിക്കുവാൻ അവർ ശ്രമിച്ച ഒരു ഗ്രൂപ്പാണ് ഫാരിസീസ്, പരീശന്മാർ. ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. 2-ാം വാക്യം പറയുന്നു, അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം നേരിട്ട് യേശുക്രിസ്തു ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടയാളുടെയാണ്. അങ്ങനെയാണ് യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ വന്ന് യേശു കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നല്ല മനുഷ്യൻ, ആത്മീകനായ മനുഷ്യൻ. കുറച്ചുകൂടെ പറഞ്ഞാൽ അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അപ്പോൾ ഇദ്ദേഹം ആളുകളെ ഉപദേശിക്കുന്നയാളാണ്, ന്യായപ്രമാണം അറിയാവുന്നയാളാണ്, വേദപണ്ഡിതനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് രാത്രിയിൽ. ആ മനുഷ്യനോട് യേശു പറഞ്ഞ വാക്കാണ് 3-ാം വാക്യം. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദിമോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ലേ? ഒരു പരീശൻ എന്ന നിലയിൽ അദ്ദേഹം ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കുന്നയാളാണ്. കൃത്യമായി ദശാംശം കൊടുക്കുന്നയാളാണ്. പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ന്യായപ്രമാണത്തിലെ നല്ല ഭാഗവും കാണാതെ പറയുവാൻ പ്രാപ്തിയുള്ളവരാണ് പല പരീശന്മാരും. മാത്രമല്ല അവർക്ക് കിട്ടിയ വെളിപ്പാടുകൾ പഠിപ്പിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള മനുഷ്യനോട് പറയുകയാണ്, താങ്കൾ സ്വർഗത്തിൽ പോവില്ല, ദൈവം നിങ്ങളെ അംഗീകരിച്ചിട്ടില്ല, പുതുതായിട്ട് നിങ്ങൾ ജനിക്കണം. അഥവാ യേശു അവിടെ അർത്ഥമാക്കുന്നത് ഒരാത്മീക ജനനത്തെക്കുറിച്ചാണ്. അതിന് 5-ാം വാക്യത്തിൽ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനം, ആത്മാവ് പരിശുദ്ധാത്മാവാണെന്ന് ദൈവമക്കൾക്ക് നന്നായി അറിയാം. വെള്ളം, എഫേസ്യ ലേഖനം 5:26 ശ്രദ്ധിച്ചാൽ വെള്ളത്തെ ദൈവവചനമായി വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. യാക്കോബിൻ്റെ ലേഖനം 1:18 1 പത്രോസ് 1:23 ചേർത്ത് നമ്മൾ പഠിച്ചാൽ കെടാത്ത ബീജമാകുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനത്താലാണ് ആളുകൾക്ക് പുതിയ ജനന അനുഭവം, വീണ്ടും ജനന അനുഭവം ഉണ്ടാകുന്നത്. നല്ലവരായി ജീവിക്കുന്നവരെല്ലാവരും ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നില്ല, ദൈവം അംഗീകരിക്കുന്നില്ല, സ്വർഗത്തിൽ അവരെത്തുന്നില്ല. പുതുതായി ജനിക്കണം. യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ വ്യക്തിപരമായി വിശ്വാസത്താൽ അവർ സ്വന്തമാക്കണം. അങ്ങനെയുള്ളവർ നല്ല ജീവിതം നയിക്കണം. അതിന് അർത്ഥമുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ച എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യമാണ് ഞാൻ വായിച്ചത്. അതിൻ്റെ 10-ാം വാക്യം പറയുന്നത്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. സൽപ്രവൃത്തി കൊണ്ട് രക്ഷയില്ല, പക്ഷെ രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തി ചെയ്യണം. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ദൂതാണ്. കൊർന്നല്യോസ് നല്ല മനുഷ്യനാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ കൊർന്നല്യോസ്
ദൈവം വെച്ച ഏക വഴിയാകുന്ന, ആത്മരക്ഷയ്ക്കുള്ള ഏക വഴിയാകുന്ന യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനം സ്വീകരിച്ചിട്ടില്ല. എങ്കിലും താൻ ആത്മാർത്ഥതയുള്ള, ദൈവവചനം അനുസരിക്കുവാൻ ദാഹമുള്ള, ആത്മീക കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തൻ്റെ നല്ല ഹൃദയം കണ്ട് തൻ്റെ പ്രാർത്ഥന ദൈവം നോട്ട് ചെയ്ത് ഈ ഒരു ദൂതനെ ദർശനത്തിൽ കാണിക്കുകയാണ്. ആ ദൂതൻ തന്നോട് സംസാരിക്കുകയാണ്. രക്ഷയ്ക്കുള്ള മാർഗം പറയുവാൻ പത്രോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യോപ്പയിൽ പാർക്കുന്നുണ്ട്. തോൽക്കൊല്ലനായ ശിമോൻ്റെ വീട്ടിൽ പാർക്കുന്നുണ്ട്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തണം, അദ്ദേഹം താങ്കളോട് പ്രസംഗിക്കും. ഇവിടെ ഒരു കാര്യം പറയുവാൻ എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. അനേക ആളുകൾ, ഞാൻ തന്നെ ചിലരെ കണ്ടിട്ടുണ്ട്, ചില ആത്മീക സത്യങ്ങൾ അവരോട് പറയുമ്പോൾ അവർ പറയുന്നു, ദൈവം എന്നോട് ഇറങ്ങി പറയട്ടെ, ദൈവം നേരിട്ട് പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വീകരിക്കാം. ദൂതനെ അയക്കേണ്ടടുത്ത് ദൈവം ദൂതനെ അയക്കും. ചില സ്പെഷ്യൽ കേസുകളിൽ ദൈവം അങ്ങനെ ആ നിലയിൽ ഇടപെട്ടു എന്ന് വരാം. പക്ഷേ ജനറൽ കേസ് അതല്ല. ഇവിടെ ദൂതൻ ഇറങ്ങി പറയുന്ന ദൂത് തന്നെ ഒരു ഉപദേശിയെ വിളിക്കുവാനാണ്. ദൈവം എന്തിനാണ് കർത്തൃദാസന്മാരെ നിയോഗിച്ചിരിക്കുന്നത്? സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ്. അവരിലൂടെ കേൾക്കുന്ന സുവിശേഷമാണ് നാം വിശ്വസിച്ച് അത് ഏറ്റെടുത്ത് പ്രായോഗികമാക്കേണ്ടത്. അല്ലാതെ ദൈവം ഇനി നേരിട്ട് എന്നോട് സംസാരിക്കട്ടെ എന്ന് നാം ശാഠ്യം കാണിക്കരുത്. ദൈവം അങ്ങനെയല്ല ജനറലായി ഇടപെടുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് പ്രഘോഷിക്കുവാനായി കർത്തൃദാസന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. അവരിലൂടെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് സത്യമാണെന്ന് പരിശുദ്ധാത്മാവ് ഗ്രഹിപ്പിക്കുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. ഈ എപ്പിസോഡിൽ കൊർന്നല്യോസിനെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. 6-7 വാക്യങ്ങളുടെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് ഈ എപ്പിസോഡ് ഇവിടെ തീർക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. 10-ാം അധ്യായത്തിൻ്റെ 7-8 വചനം. അവനോട് സംസാരിച്ച ദൂതൻ പോയ ശേഷം അവൻ തൻ്റെ വേലക്കാരിൽ 2 പേരെയും തൻ്റെ അടുക്കൽ അകമ്പടി നിൽക്കുന്നവരിൽ ദൈവഭക്തനായ ഒരു പടയാളിയെയും വിളിച്ച് സകലവും വിവരിച്ചു പറഞ്ഞ് യോപ്പയിലേക്ക് അയച്ചു. അനുസരിക്കുവാൻ തിടുക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ്. ദൈവം ദൂതൻ മുഖാന്തരം ഇടപെട്ടു എന്ന് ബോധ്യമാക്കിയപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ തനിക്ക് അടുത്ത വെളിപ്പാടിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ, രക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുവാനായി ഇമ്മീഡിയറ്റായിട്ട് താൻ ആളെ അയക്കുകയാണ്. 2 സെർവൻസും ഒരു പടയാളിയും. ഒരു പക്ഷെങ്കിൽ ഈ 3 പേര് കൊർന്നല്യോസിൻ്റെ ജീവിതം അവരെ ഇമ്പാക്റ്റ് ചെയ്തവരായിരിക്കുവാൻ സാധ്യതയുണ്ട്. അവരെ വിളിച്ച് തനിക്കുണ്ടായ ആത്മീയ അനുഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവരെ പെട്ടെന്ന് പത്രോസിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഈ വിഷയം നമുക്ക് തുടരണം. ഇതിൻ്റെ പ്രധാന ആശയം ഒരിക്കൽ കൂടെ പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കൊർന്നല്യോസ് നല്ലവനാണ്, പക്ഷേ കൊർന്നല്യോസ് രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ താൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം കേട്ട്, യേശു കാൽവറി ക്രൂശിൽ കൊർന്നല്യോസിന് വേണ്ടി ചെയ്തെടുത്ത രക്ഷണ്യ പ്രവൃത്തിയെ ഗ്രഹിച്ച് അത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. അത് ആവശ്യമാണ്. അങ്ങനെ മാത്രമേ ഒരാൾക്ക് രക്ഷയുള്ളൂ. അങ്ങനെ വിശ്വാസത്താൽ ഏറ്റെടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പ്ലാന്റ് ചെയ്ത് ക്രിസ്തു ഹൃദയത്തിൽ ഉരുവാകുന്നത്. അങ്ങനെയുള്ള വ്യക്തികളെയാണ് പുതിയ സൃഷ്ടികളാക്കി തീർക്കുന്നത്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും
മതപരമായ ചടങ്ങിൽ കുടുങ്ങിയോ, അല്ലെങ്കിൽ ഞാൻ നല്ലതായിട്ട് ജീവിക്കുന്നു, അറിയപ്പെട്ട പാപങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന ചിന്തയിലിരിക്കുന്നു എങ്കിൽ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാം, നിങ്ങൾക്ക് ആത്മരക്ഷ ആവശ്യമാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് ആഹ്വാനം തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കൈവിടപ്പെട്ടു പോകും എന്ന യാഥാർത്ഥ്യമാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കൊർന്നല്യോസിനെ പോലെയോ നിക്കോദിയോസിലെ പോലെയോ നല്ല ജീവിതം നയിക്കുന്ന ധാരാളം ആളുകൾ ഇന്നും ഭൂമിയിൽ കണ്ടേക്കാം. പക്ഷേ അതുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഇല്ല. ദൈവത്തോട് ഒരു മനുഷ്യൻ നിരപ്പ് വരണമെങ്കിൽ ഏകമധ്യസ്ഥനാകുന്ന യേശുക്രിസ്തുവിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അവിടുത്തെ ജനത്തിൻ്റെ ഉള്ളത്തിൽ പതിഞ്ഞ് ക്രിസ്തുവിലൂടെയുള്ള ആ രക്ഷണ്യ പ്രവൃത്തി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം കേൾവിക്കാരായ എല്ലാവരെയും കർത്താവ് സഹായിക്കണമേ എന്നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദൈവവചനം പ്രഘോഷിക്കുവാൻ നിയോഗിച്ചവർ ആരെങ്കിലും നിരാശയോടെ ഇരിക്കുന്നെങ്കിൽ അവരുടെ അഡ്രസ്സുമായി ചിലർ വരുന്നുണ്ട് എന്നുള്ള ആഴത്തിലുള്ള ദൂത് അവരുടെ ഉള്ളിൽ പതിഞ്ഞവരെ ധൈര്യപ്പെടുത്തണമേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.